സോഷ്യൽ സയൻസിലെ പാർട്ട് 1-ലെ ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്ററിലായ ഇൻവേർഷൻ ആൻഡ് റെസിസ്റ്റൻസിൽ ഫസ്റ്റ് പേജാണ് ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത പോർഷനിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വോയേജ് ഓഫ് ദി പോർച്ചുഗീസ് ടു ഇന്ത്യ, ആ പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആർ യു റെഡി ടു സ്റ്റഡി? ഓക്കെ, വെരി ഗുഡ്. നമുക്ക് തുടങ്ങാം. വോയേജ് ഓഫ് ദി പോർച്ചുഗീസ് ടു ഇന്ത്യ. പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വാസ്കോഡ ഗാമ എന്ന പോർച്ചുഗീസുകാരൻ കച്ചവടത്തിനായി നമ്മുടെ കേരളത്തിലെത്തിയത് വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇനി നമുക്ക് അതിനെ തുടർന്ന് പഠിക്കാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇൻ 1498 വാസ്കോഡ ഗാമ റീച്ച്ഡ് കാപ്പാട് നിയർ കോഴിക്കോട്. 1498 ഈ വാസ്കോഡ ഗാമ കോഴിക്കോടുള്ള കാപ്പാട് എന്ന സ്ഥലത്തെത്തി. അപ്പോൾ പോർച്ചുഗീസുകാരാണ് ആദ്യമായി ഇന്ത്യയിലെത്തിയത്. അങ്ങനെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയുമായി കച്ചവട ബന്ധം, അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ സംസ്ഥാനമായ കേരളവുമായി കച്ചവട ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ഹിസ് അറൈവൽ പേവ്ഡ് ദ വേ ഫോർ യൂറോപ്യൻ ഡോമിനൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു എത്തിച്ചേരൽ, അതായത് നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ എത്തിച്ചേരൽ യൂറോപ്യൻ്റെ ഡോമിനൻസ് ഇന്ത്യയിൽ വരുന്നതിന് വഴിതെളിച്ചു. അദ്ദേഹം എത്തിയതോടുകൂടിയാണ് യൂറോപ്യന്മാർ ഇന്ത്യയിൽ അവരുടെ പവർ തെളിയിക്കാനായിട്ട് തുടങ്ങിയത്. അറ്റ് ദാറ്റ് ടൈം കോഴിക്കോട് വാസ് റൂൾഡ് ബൈ സാമോറിൻ ഡൈനാസ്റ്റി. ആ ഒരു സമയത്ത് നമുക്കറിയാം കേരളത്തിൽ കോഴിക്കോടും കൊച്ചിയും തിരുവിതാംകൂറും ഒക്കെ ആയിരുന്നു ഭരണകേന്ദ്രങ്ങൾ. കോഴിക്കോടും തിരുവിതാംകൂറും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിമാരായിരുന്നു. സാമോറിൻ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ സാമൂതിരിമാരാണ് കോഴിക്കോട് ഭരിച്ചിരുന്നത്. ദ അറബ്സ് കൺട്രോൾ ദ ഫോറിൻ ട്രേഡ് വിത്ത് കോഴിക്കോട്. ഈ പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ വരുന്ന സമയത്ത് കോഴിക്കോടുമായിട്ട് കച്ചവട ബന്ധം ഉണ്ടായിരുന്നത് മറ്റൊരു വിദേശികൾക്കാണ്, അതായത് അറബികളായിരുന്നു. ദ സാമോറിൻ ഡിഡ് നോട്ട് അക്സെപ്റ്റ് ദ ഡിമാൻഡ്സ് ഓഫ് പോർച്ചുഗീസ് ടു എക്സ്പെൽ ദി അറബ്സ് ആൻഡ് ഗ്രാൻഡ് ദം എക്സ്ക്ലൂസീവ് ട്രേഡിംഗ് റൈറ്റ്സ്. അപ്പോൾ സാമൂതിരിമാർ ഈ ഒരു പോർച്ചുഗീസുകാരുടെ ഡിമാൻഡൊന്നും അംഗീകരിച്ചില്ല, അല്ലേ? അവർക്ക് കച്ചവടം നടത്തണമെന്നൊന്നും പറഞ്ഞത് സാമൂതിരിമാരെ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. അവർ പറഞ്ഞത് ഇതുവരെയുള്ള അറബികളെ പുറത്താക്കിയിട്ട് തങ്ങളുമായിട്ട് പോർച്ചുഗീസുകാരുമായിട്ട് കച്ചവട ബന്ധം സ്ഥാപിക്കണമെന്നായിരുന്നു വാസ്കോഡ ഗാമയുടെ ഡിമാൻഡ്. അത് സാമൂതിരിമാർ അംഗീകരിച്ചു കൊടുത്തില്ല. ഫോളോയിങ് ദിസ് വാസ്കോഡ ഗാമ ഒബ്റ്റെയിൻഡ് പെർമിഷൻ ഫോർ ട്രേഡ് ഫ്രം ദി കോലത്തിരി കിങ് ഓഫ് കണ്ണൂർ. ഇതിനെ തുടർന്ന് വാസ്കോഡ ഗാമ മറ്റൊരു രാജാവിൽ നിന്ന് അതിനുള്ള അനുവാദം വാങ്ങി. അതായത് കണ്ണൂരിലെ രാജാവിൽ നിന്നും ഈ കച്ചവടം നടത്താനുള്ള അനുവാദം വാങ്ങി. ഹി ദെൻ റിട്ടേൺ ടു പോർച്ചുഗൽ ആഫ്റ്റർ കളക്ടിങ് പ്രോഡക്ട്സ് ഇൻക്ലൂഡിങ് പെപ്പർ. അങ്ങനെ അദ്ദേഹം ഇവിടെ നമ്മുടെ കേരളത്തിൽ ഏത് ഉദ്ദേശത്തോടെയാണ് വന്നതെങ്കിലും അത് അദ്ദേഹം സാധിച്ചെടുക്കുകയും ചെയ്തു. തൻ്റെ രാജ്യമായ പോർച്ചുഗലിലോട്ട് അദ്ദേഹം തിരിച്ചു പോയത് എന്തുമായിട്ടാണ്? പെപ്പറുമായിട്ടാണ്. അപ്പോൾ അന്ന് നമ്മുടെ കേരളത്തിലെന്ന് പറയുന്ന ഈ പെപ്പറും ജിഞ്ചറും ഏലക്കയും ഒക്കെ, ഇഞ്ചിയും കുരുമുളകും ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ പാവം കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം തിരിച്ചു പോകുന്നത് നമ്മുടെ കർഷകരിൽ നിന്നുള്ള പെപ്പർ, കുരുമുളകും ഒക്കെ സമ്പാദിച്ചുകൊണ്ടാണ് ഇദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. വാസ്കോഡ ഗാമ റിട്ടേൺ ഹോം വിത്ത് ഗുഡ്സ് വർത്ത് 60 times മോർ ദാൻ കോസ്റ്റ് ഓഫ് ഹിസ് ജേർണി. അദ്ദേഹത്തിന് ഇത്രയും ദൂരെ യാത്രയൊക്കെ ചെയ്തു വന്നെങ്കിൽ യാത്രയ്ക്ക് ചെലവാകുന്നതിനേക്കാൾ 60 ഇരട്ടി പൈസയായിട്ടാണ് അദ്ദേഹം സ്വന്തം രാജ്യത്ത് തിരിച്ചു പോയത്. The profit generated in this journey encouraged Portuguese to make similar commercial trip to India. അപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്ന് ലാഭവുമായിട്ട് പോയതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇതൊരു പ്രോത്സാഹനമായി, അല്ലേ? നമ്മുടെ ലോകത്ത് തന്നെയുള്ള പല പല രാജ്യക്കാരും ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പല വിദേശികളും നമ്മുടെ കച്ചവട ലക്ഷ്യവുമായി നമ്മുടെ സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അറബികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു നമ്മുടെ രാജാക്കന്മാർക്ക്. ആ ഒരു സാഹചര്യത്തിലാണ് വാസ്കോഡ ഗാമ കേരളത്തിൽ വരുന്നത്. അപ്പോൾ ഇദ്ദേഹവും തിരിച്ച് വളരെ ലാഭം, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കി. കുരുമുളകൊക്കെ നമുക്കറിയാം, കുരുമുളക് എന്ന് പറയുന്നത് വിദേശികൾക്കൊക്കെ അവരുടെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. നമ്മുടെ കണക്കല്ലേ, എല്ലാ ഫുഡിലും ഒരു ബ്രിട്ടീഷുകാരായാലും പെപ്പർ എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്തതാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ആ ഒരു യാത്ര വെറുതെ ആയില്ല. വാസ്കോഡ ഗാമയ്ക്ക് ഇവിടുന്ന് കുറച്ച് പൈസയ്ക്ക് നമ്മളെ കർഷകരിൽ നിന്ന് കുരുമുളക് എടുത്തിട്ട് സ്വന്തം നാട്ടിൽ കൊണ്ടുപോയി എന്ത് ചെയ്തു? ഉയർന്ന വിലയ്ക്ക് വിറ്റ് അദ്ദേഹം ലാഭം കൊയ്തു. സാമോറിൻ ഡിഡ് നോട്ട് അക്സെപ്റ്റ് ഗീവ് ദി പോർച്ചുഗീസ് എ മൊണോപ്പൊളി ഇൻ ട്രേഡ്. സാമൂതിരിമാർ ഈ ഒരു പോർച്ചുഗീസുകാർക്ക് ഈ കച്ചവടത്തിലുള്ള കുത്തകയൊന്നും അനുവദിച്ചു കൊടുത്തില്ല. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സ്റ്റേറ്റിൽ വന്നിട്ട്
ഈ രീതിയിൽ കുരുമുളകൊക്കെ കുറഞ്ഞ വിലയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്ന രീതി സാമൂതിരിമാർ അംഗീകരിച്ചു കൊടുത്തില്ല. ദിസ് ലെഡ് ടു കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സാമോരിൻ ആൻഡ് പോർച്ചുഗീസ്. അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാത്ത വാശിക്ക് ഇത് സാമൂതിരിമാരും പോർച്ചുഗീസുകാരും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് വഴിതെളിച്ചു. The Portuguese had to face a stiff resistance from കുഞ്ഞാലി മരയ്ക്കാർ, who were the naval chief of സാമോറിൻ. സാമൂതിരിമാരുടെ നാവലായിട്ടുള്ള ചീഫായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർ. അദ്ദേഹം നാവിക ഉപദേഷ്ടാവ് കൂടിയായിരുന്നു, അതിൻ്റെ ചീഫും ആയിരുന്നു സേനയുടെ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നല്ലൊരു ചെറുത്തുനിൽപ്പ് വേണ്ടി വന്നു പോർച്ചുഗീസുകാർക്ക്. ആഫ്റ്റർ ദ ഇറ ഓഫ് കുഞ്ഞാലി മരയ്ക്കാർ, പോർച്ചുഗീസ് ഡിഡ് നോട്ട് ഫേസ് മച്ച് ത്രെറ്റ് ഫ്രം ഇന്ത്യ. കുഞ്ഞാലി മരയ്ക്കാരുടെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം പോർച്ചുഗീസുകാർക്ക് വലിയ എതിർപ്പൊന്നും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വേറെ ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്രയും ഒരു പോർഷൻ മനസ്സിലായി. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാസ്കോഡ ഗാമ എത്തിയ സ്ഥലം നമ്മൾ ഓർത്ത് വെക്കുക. ഹി റീച്ച്ഡ് കാപ്പാട് നിയർ കോഴിക്കോട്. അദ്ദേഹത്തിന് ഹി ഹാഡ് എ ട്രേഡ് റിലേഷൻ വിത്ത് അവർ സ്റ്റേറ്റ്സ്, എസ്പെഷ്യലി ദി ഫുഡ് ഐറ്റം പെപ്പർ. ഇതൊക്കെ നമ്മൾ ഓർത്ത് വെക്കുക. നാവൽ ചീഫ് ഓഫ് എ സാമോറിൻ കുഞ്ഞാലി മരയ്ക്കാർ അല്ലേ, കുഞ്ഞാലി മരയ്ക്കാരായിരുന്നു നാവിക ഉപദേഷ്ടാവും നാവികസേന മേധാവിയൊക്കെ. ഇനി നമുക്ക് ഈ കുഞ്ഞാലി മരയ്ക്കാർ എന്താണെന്ന് നോക്കാം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ, അദ്ദേഹം ആരായിരുന്നു എന്ന് ആണ് നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത്. അതൊരു ബോക്സിനകത്ത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കുക. കുഞ്ഞാലി മരയ്ക്കാർസ് പ്രൊട്ടക്റ്റഡ് ദി സാമോറിൻ ആൻഡ് വെസ്റ്റേൺ കോസ്റ്റ് ഫ്രം അറ്റാക്സ് ഓഫ് പോർച്ചുഗീസ്. കുഞ്ഞാലി മരയ്ക്കാരാണ് നമ്മുടെ രാജാവിനെ, സാമൂതിരിമാരെ പടിഞ്ഞാറൻ തീരത്തുകൂടിയുള്ള പോർച്ചുഗീസുകാരുടെ ആക്രമണത്തെ സഹായിച്ചത് ആരായിരുന്നു? കുഞ്ഞാലി മരയ്ക്കാരായിരുന്നു. കുഞ്ഞാലി മരയ്ക്കാർ വാസ് എ ഡെസിഗ്നേഷൻ. അത് അദ്ദേഹത്തിൻ്റെ ഒരു പദവിയാണ്. ഒരിക്കലും കുഞ്ഞാലി മരയ്ക്കാർ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേരായിട്ടല്ല, പദവിയാണ്. 4 people have occupied this position different time. പല സമയങ്ങളിലായി 4 വ്യക്തികൾ ഈ ഒരു പദവി വഹിച്ചിട്ടുണ്ട്. കുഞ്ഞാലി തേർഡ് ഡിഫീറ്റഡ് പോർച്ചുഗീസ് ആൻഡ് ക്യാപ്ചേർഡ് ഫോർട്ട് ചാലിയം. ഇപ്പോൾ കുഞ്ഞാലി തേർഡ് എന്ന് പറയുന്ന പോർച്ചുഗീസുകാരെയൊക്കെ പരാജയപ്പെടുത്തി ചാലിയം ഫോർട്ടൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. കുഞ്ഞാലി ഫോർത്ത് വാസ് എക്സിക്യൂട്ടഡ് ബൈ ദ പോർച്ചുഗീസ് ഇൻ ഗോവ. അപ്പോൾ കുഞ്ഞാലി മരയ്ക്കാരെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. വിത്ത് ദ ഫാൾ ഓഫ് കുഞ്ഞാലീസ് ദ ഡിക്ലൈൻ ഓഫ് സാമോറിൻ വാസ് ബിഗാൻ. അപ്പോൾ ഈ ഒരു കുഞ്ഞാലി മരയ്ക്കാരുടെ പതനത്തോടു കൂടിയാണ് സാമൂതിരിമാരുടെ തകർച്ചയും തുടങ്ങുന്നത്. അപ്പോൾ ഇത്രയും പോർഷനാണ് നമുക്ക് ഈ ഒരു പേജിലുള്ളത്. ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധാപൂർവം കേട്ട് കാണുമല്ലോ.